പെട്രോളിന്റെ അധിക നികുതി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉന്നയിച്ച പരാമർശങ്ങൾക്ക് മറുപടിയുമായി മുൻമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. അന്നത്തെയും ഇന്നത്തെയും സാമ്പത്തിക സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണെന്ന് തോമസ് ഐസക് ആലപ്പുഴയിൽ പറഞ്ഞു. ബി.ജെ.പി. സർക്കാർ അധികാരമേറ്റ ശേഷം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞതും കോവിഡ് കാലത്ത് അത് ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതുമായ സാഹചര്യമാണ് മുമ്പുണ്ടായിരുന്നതെന്ന് തോമസ് ഐസക് പറഞ്ഞു. അന്ന് ആ വിലക്കുറവിന്റെ ആനുകൂല്യം സാധാരണക്കാർക്ക് നൽകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ തുടർച്ചയായി നികുതി വർദ്ധിപ്പിക്കുകയായിരുന്നു. അന്ന് പ്രതിപക്ഷാംഗമായിരുന്ന വി.ഡി. സതീശന്റെ ചോദ്യത്തിനാണ് അത്തരം മണ്ടത്തരം താൻ ചെയ്യില്ല എന്ന് മറുപടി നൽകിയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേന്ദ്രം നികുതി കൂട്ടിയപ്പോൾ അതിന്റെ ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ സംസ്ഥാനം അന്ന് നികുതി വർദ്ധിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇന്നത്തെ സാഹചര്യം അതല്ലെന്ന് ഐസക് വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മികച്ചതാണെന്ന അവകാശവാദം തനിക്കില്ലെന്നും എന്നാൽ പ്രതിസന്ധികൾക്കിടയിലും അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ LDF സർക്കാരിന് വ്യക്തമായ പരിപാടികൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മോശം സാമ്പത്തിക ചുറ്റുപാടിലും ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വിസ്മയകരമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ LDF സർക്കാരിന് സാധിച്ചു. 2 ലക്ഷം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനമാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയതെന്നും എന്നാൽ UDFന് ഇത്തരം യാതൊരു പദ്ധതികളില്ലെന്നും അതിന്റെ പ്രയാസം കേരളം വരും ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടി വരുമെന്നും തോമസ് ഐസക് ആലപ്പുഴയിൽ പറഞ്ഞു. ബി.ജെ.പി. അധികാരത്തിൽ വന്ന ശേഷം എണ്ണയുടെ വില, ക്രൂഡ് ഓയിലിന്റെ വില തുടർച്ചയായിട്ട് കുറഞ്ഞു. കോവിഡ് കാലത്ത് നെല്ലിപ്പടിയിലെത്തി. അതിന്റെ ഇളവ് പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ബി.ജെ.പി. നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ എണ്ണയുടെ വില വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങിയപ്പോ നാട്ടിലെ പെട്രോളിന്റെ വില ഉയർത്തി. അപ്പോഴാണ് വി.ഡി. സതീശൻ അന്ന് ചോദിച്ചത്, നിങ്ങൾ നികുതി കുറക്കോ? അപ്പോഴാണ് ഞാൻ പറഞ്ഞ മണ്ടത്തരം ചെയ്യില്ല. കേന്ദ്ര സർക്കാർ നികുതി കൂട്ടിക്കൊണ്ടിരിക്കുക, അതിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല, അവരുടെ നികുതി കുറയ്ക്കാതെ മണ്ടത്തരമാണ്. ഇന്നങ്ങനെയല്ല. എണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച അധിക നികുതിയുടെ ഒരു ഭാഗം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളുടെ മുഴുവൻ സാമ്പത്തിക അവസ്ഥ മോശമാണെന്ന് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ കേമമാണെന്നല്ല പറയുന്നത്. ഇതിനെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യാൻ പോണേ? ഞങ്ങൾ മാനേജ് ചെയ്ത രീതിയുണ്ട്. ഈ സാമ്പത്തിക അവസ്ഥയിലാണ് ജനങ്ങളുടെ ആനുകൂല്യങ്ങള് പരമാവധി വിസ്മയകരമായ രീതിയിൽ വർദ്ധിപ്പിച്ചത്, ഇല്ലേ? ഈ അവസ്ഥയിലാണ് എല്ലാം കൂടി എടുക്കുമ്പോ കിഫ്ബി വഴി അല്ലാതെയുള്ള നിക്ഷേപം എടുക്കുമ്പോൾ 2 ലക്ഷം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ നിർമ്മാണം കേരളത്തിൽ ഞങ്ങൾ മാനേജ് ചെയ്തു.